തിരുവനന്തപുരം കല്ലമ്പലത്ത് 50 ലക്ഷത്തിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കൊറിയൻ സർവീസിന്റെ മറവിലായിരുന്നു ലഹരി കച്ചവടം. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങളുമായി ചേർന്നത്. ചന്തു, ഇപ്പോൾ എങ്ങനെയാണ് ഇത് പിടികൂടിയത്? നേരത്തോടു കൂടിയാണ് പോലീസ് സംഘം ഈ കല്ലമ്പലത്തിന് സമീപം മാവിൻമൂട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു കെട്ടിടം പ്രവർത്തിക്കുകയായിരുന്നു. ഈ കെട്ടിടത്തിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ വൻ തോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അവിടെ ശേഖരിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഏകദേശം 100ഓളം പെട്ടികളിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. ആദ്യം 50 ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് പോലീസ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ കൂടുതൽ, അതായത് ഏകദേശം 80 ലക്ഷത്തിലധികം രൂപയിൽ വില വരുന്ന ലഹരി വസ്തുക്കളാണ്, പുകയില വസ്തുക്കളാണ് അവിടെ സൂക്ഷിച്ചിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് പോലീസ് അവിടെ പരിശോധന നടത്തിയത്. ഈ ഗോഡൌൺ പൂട്ടിയ നിലയിലായിരുന്നു, ഷട്ടർ താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു ഗോഡൌൺ. കൊറിയർ സർവീസിന്റെ പേരിൽ ഒരാൾ, അതായത് കല്ലമ്പലം സ്വദേശിയായിട്ടുള്ള ഗോകുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്തിരുന്നത്. അദ്ദേഹം കൊറിയർ സർവീസ് നടത്താനെന്ന പേരിൽ ഈ കെട്ടിടം വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി അവിടെ സൂക്ഷിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ കച്ചവടത്തിനായി, അത് വ്യാപകമായ തരത്തിൽ കച്ചവടത്തിനായി സൂക്ഷിച്ചിരുന്ന ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഏകദേശം 100-ലധികം പെട്ടികളിൽ ഒരു ഗോഡൌൺ എടുത്ത് തന്നെ അതിനകത്ത് സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു. സംശയം തോന്നിയ സാഹചര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പ്രത്യേക പരിശോധന നടത്തുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഒരു രഹസ്യ വിവരം കല്ലമ്പലം പോലീസിന് നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവിടെ നിന്നും 80 ലക്ഷം രൂപയിലധികം വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നു. സ്വാതി. ശരി ചന്തു.